കോഴിക്കോട് ജില്ലയിൽ 10 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഇടതുമുന്നണി. കൊടുവള്ളി, വടകര, എലത്തൂർ മണ്ഡലങ്ങൾ ഒഴികെയുള്ള മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഇതോടെ പ്രചരണ രംഗവും ചൂടുപിടിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പൂർത്തിയായതോടെ ജില്ലയിൽ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒരുപടി മുന്നിലെത്തി. എലത്തൂർ, വടകര, കൊടുവള്ളി മണ്ഡലങ്ങളൊഴികെ ബാക്കി 10 ഇടങ്ങളിലും LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സിറ്റിംഗ് MLA-മാർക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള പട്ടികയാണ് CPM പ്രഖ്യാപിച്ചത്. മുൻ മന്ത്രിമാരായ TP രാമകൃഷ്ണനും അഹമ്മദ് ദേവർകോവിലും വീണ്ടും മത്സരപ്പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മുൻ MLA K ദാസൻ വീണ്ടും മത്സരിക്കും. നാദാപുരത്ത് വനിതാ നേതാവിനെയാണ് CPI കളത്തിലിറക്കിയിരിക്കുന്നത്. NCPക്ക് നൽകിയ എലത്തൂർ സീറ്റിനെ ചൊല്ലി അഭിപ്രായ ഭിന്നത രൂക്ഷമാണ്. മന്ത്രി AK ശശീന്ദ്രൻ ഇനിയും എലത്തൂരിൽ മത്സരിക്കേണ്ടതില്ലെന്ന് NCP ജില്ലാ എക്സിക്യൂട്ടീവ് പ്രമേയം പാസാക്കിയിരുന്നു. എന്നാൽ വീണ്ടും മത്സരരംഗത്തിറങ്ങാനാണ് ശശീന്ദ്രൻ്റെ നീക്കം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചേർന്ന നേതൃയോഗം തീരുമാനമെടുക്കാതെ പിരിയുകയായിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ദേശീയ നേതൃത്വത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്തു. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ശശീന്ദ്രൻ എലത്തൂരിൽ മത്സരിക്കേണ്ടതില്ലെന്ന് പാർട്ടി ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ശശീന്ദ്രൻ തന്നെയായി എലത്തൂരിലെ LDF സ്ഥാനാർത്ഥി. RJDക്ക് നൽകിയ വടകര സീറ്റിലും തീരുമാനമായിട്ടില്ല. സ്ഥാനാർത്ഥി പട്ടികയിൽ 1/2 ഡസൻ പേരുകളാണുള്ളത്. കൊടുവള്ളിയിൽ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷമായിരിക്കും LDFിൻ്റെ തീരുമാനം. ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കി മണ്ഡലം പിടിച്ചെടുക്കാനാണ് LDFിൻ്റെ നീക്കം. പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ, ബേപ്പൂരിൽ PA മുഹമ്മദ് റിയാസ്, കുറ്റ്യാടിയിൽ KP കുഞ്ഞമ്മദ്കുട്ടി, കൊയിലാണ്ടിയിൽ K ദാസൻ, തിരുവമ്പാടിയിൽ ലിൻഡോ ജോസഫ്, ബാലുശ്ശേരിയിൽ KM സച്ചിൻ ദേവ്, കോഴിക്കോട് നോർത്ത് തോട്ടത്തിൽ രവീന്ദ്രൻ, നാദാപുരത്ത് P വസന്തം, കോഴിക്കോട് സൗത്തിൽ അഹമ്മദ് ദേവർകോവിൽ, കുന്നമംഗലത്ത് PTA റഹീം എന്നിവരാണ് ജില്ലയിൽ പ്രഖ്യാപിച്ച 10 ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ. ന്യൂസ് ബ്യൂറോ, മുക്കം.